morning, sir. Good 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 morning, sir. ഗുഡ് മോർണിംഗ്. സൂപ്രണ്ട് റോസ്ലിൻ അല്ലേ? അതെ സർ. പുറത്ത് ഈ മാധ്യമ പ്രവർത്തകരുടെ ഒന്ന് രണ്ട് വണ്ടികൾ ആര് വിളിച്ചു വരുത്തിയതാ? അറിയില്ല സാർ. ഒരുപക്ഷെ സാറ് കോടതി ഉത്തരവൊക്കെ സമ്പാദിച്ചു വന്നതിനാൽ സാറിന്റെ ചാർജ് എടുപ്പും ഒരു വാർത്തയാക്കണമെന്ന് അവർക്ക് തോന്നിക്കാണും. എന്നെ കൊണ്ട് എന്ത് വാർത്തക്കേടാവോ? 24 മണിക്കൂറും വാർത്തകൾ കുത്തി നിറയ്ക്കണ്ടേ? ആരെയും വെറുതെ വിടില്ല വെറ്റുകള്. അപ്പോ നല്ല നേരം നോക്കി സീറ്റിലിരിക്കാം അല്ലേ? ശരി സാർ. ശുദ്ധികലശമാണോ സർ? വേണമെങ്കിൽ അങ്ങനെയും കരുതാം. ഇപ്പൊ ഈ ഓഫീസ് മുറി ശുദ്ധികലശം ചെയ്യേണ്ട ആവശ്യം? ഈ ഇരിപ്പിടത്തിലേക്ക് പുതിയതൊരാൾ വന്നതല്ലേ ഉള്ളൂ. ഈ ഡിപ്പാർട്ട്മെന്റ് ശുദ്ധികലശമായി ഇതിനെ കാണാമോ? കുട്ടി, ഞാനൊരു മതവിശ്വാസിയാണ്. ഉന്നതമായൊരു പോസ്റ്റിലേക്ക് എത്തിയപ്പോൾ എന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി ചില കാര്യങ്ങൾ ചെയ്തു. അത് എന്റെ സ്വകാര്യതയാ. സാറിന് മുമ്പ് ഈ സീറ്റിരുന്ന കരുണാകരൻ സർ, അദ്ദേഹം ഒരു ദളിതനായതുകൊണ്ടാണോ ഈ ശുദ്ധികലശം? ജാതിയെ പറ്റി അങ്ങയുടെ അഭിപ്രായം എന്താണ്? അത് ഒരു പ്രകൃതി നിയമമാണ്. സസ്യങ്ങളിലും ജന്തുക്കളിലും ജാതിയില്ലേ? ഫലങ്ങളിലും ജാതിയില്ലേ? തുളസിച്ചെടി ജാതിയില്ലേ? എന്തിന് നമ്മളെ തെങ്ങ് തന്നെ എത്ര ജാതിയുണ്ട്? ക്ഷമിക്കണം, എനിക്കല്പം ജോലി തിരക്കുണ്ട്. മാത്രവുമല്ല, ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയ സ്ഥലവുമില്ലത്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് എന്നെ വിളിച്ചോളൂ. താങ്ക് യു സർ. വെൽക്കം. കോടതി ഉത്തരവിലൂടെ PWD ചീഫ് എഞ്ചിനീയറായ അങ്ങയുടെ സ്ഥാനാരോഹണം ഒരു വാർത്തയാക്കണമെന്ന് ആഗ്രഹിച്ചു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന വകുപ്പെന്ന് ഖ്യാതിയുള്ള ഇവിടെ അതിന്റെ തലപ്പത്തെത്തുമ്പോൾ ആരും ദൈവത്തെ വിളിച്ചു പോകും. ഗംഗയിൽ നിന്ന് ശേഖരിച്ച ജലം വാരണാസിയിൽ പൂജിച്ചതാ. എന്റെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി ഇതിനകത്ത് തളിച്ചതാ. നമ്മുടെ എല്ലാ സ്റ്റാഫിനെയും ഒന്ന് വിളിക്കൂ. എനിക്ക് അവരോടൊന്ന് സംസാരിക്കണം. നിലവിലുള്ള അവസ്ഥയെ പരിപൂർണമായും ഉടച്ചു വാർത്ത കളയാം എന്ന മിഥ്യാബോധമൊന്നും എനിക്കില്ല. എങ്കിലും നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്യണം. ലോകം മാറുന്നതും കാലം മാറുന്നതും ആദ്യം അറിയേണ്ടവർ നമ്മളാണ്. മിസ്റ്റർ തോമസ് അല്ലേ? അതെ സർ. ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങാം എന്ന് ആരും ധരിക്കരുത്. കൈക്കൂലി വാങ്ങരുത്. വാങ്ങിയാൽ പ്രശ്നമാണ്. അന്നന്ന് തീർപ്പാക്കേണ്ട ഫയലുകൾ അന്നന്ന് തന്നെ തീർപ്പാക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഒരു നല്ല ചങ്ങാതിയായിരിക്കും ഞാൻ. ജീവിതത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രശ്നങ്ങളുടെയും എല്ലാം പങ്കാളിത്തം ഇഷ്ടപ്പെടുന്ന ചങ്ങാതി. ഓരോരുത്തരായി നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഇപ്പോൾ നമ്മൾ സുഹൃത്തുക്കളാണ്. സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന ജീവനക്കാർ. മിസ്റ്റർ അശോകൻ അല്ലേ? അതെ സർ. ഇനി ഓരോരുത്തർക്കും അവരവരുടെ സീറ്റുകളിലേക്ക് പോവാം. ഏഷ്യാവിഷൻ ചാനലില് ഒരു ന്യൂസ് സ്ക്രോൾ ചെയ്ത് വരുന്നു എന്ന് എന്റെ ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞു. എന്ത് ന്യൂസ്? നമ്മുടെ ഓഫീസിനെ സംബന്ധിക്കുന്ന എന്തോ ഒന്ന്. സാറ് ചുമതല ഏൽക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത. സർക്കാർ ഓഫീസിൽ ശുദ്ധികലശം. PWD ചീഫ് എഞ്ചിനീയറുടെ ഓഫീസ് ചാണകവെള്ളം തളിച്ച് ശുദ്ധികലശം നടത്തി.
പുതിയ ചീഫ് എഞ്ചിനീയർ ശങ്കരൻ തമ്പിയാണ് തനിക്ക് മുൻപ് ദളിതനായ കരുണാകരനിരുന്ന കസേര എടുത്തു മാറ്റുകയും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മേശവിരിപ്പ് മാറ്റുകയും ഓഫീസ് ചാണകവെള്ളം തളിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്തത്. സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കാലം കഴിഞ്ഞിട്ടും നമ്മുടെ സർക്കാർ സർവീസിന്റെ തലപ്പത്ത് ഇത്തരം ജാതിക്കോമരങ്ങൾ വിലസുന്നു എന്ന ഭയപ്പെടുത്തുന്ന വാർത്തയുടെ ദൃശ്യങ്ങളിലേക്ക്. ഈ വാർത്ത അസംബന്ധമാണ്. നിങ്ങൾ ദൃക്സാക്ഷികളാണ്. എന്നെ ചതിക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം കെട്ടിച്ചമച്ച വാർത്തയാണ്. ആരാ ഇതിന്റെ പിന്നില്?